പ്രേംകുമാർ, നേരത്തെ ജ്യോതികുമാർ സൂചിപ്പിച്ചൊരു പ്രധാന കാര്യമുണ്ട്. 4.5 വർഷം മുമ്പ് സർക്കാരിൻ്റെ പക്കൽ കിട്ടിയ ഒരു റിപ്പോർട്ടിന്മേൽ ഏതെങ്കിലും തരത്തിലൊരു പ്രാഥമിക അന്വേഷണം നടന്നിരുന്നെങ്കിൽ ഈ വേട്ടക്കാരെക്കുറിച്ചുള്ള സൂചനകൾ ഇരകൾക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ചുരുങ്ങിയ പക്ഷം ഈ തിരഞ്ഞെടുപ്പിൽ MLA സ്ഥാനത്തേക്ക് മുകേഷിനെ പരിഗണിക്കാതിരിക്കുന്നൊരു സാഹചര്യമെങ്കിലും സർക്കാരിനുണ്ടാകുമായിരുന്നു. അവിടം കൊണ്ടും തീർന്നില്ല. അതിനുശേഷം MP സ്ഥാനാർത്ഥിയായും ഇതേ മുകേഷിനെ നമ്മൾ പരിഗണിച്ചു. ഈ റിപ്പോർട്ടിൽ മുകേഷിനെതിരെ എന്തെങ്കിലും വെളിപ്പെടുത്തലുകളുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ റിപ്പോർട്ടിന് ശേഷം വന്ന വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വന്നിരിക്കുന്നത് മുകേഷിനെതിരെയാണ് എന്നതുകൊണ്ട് സ്വാഭാവികമായും നമുക്ക് സംശയിക്കേണ്ടി വരും. ആ റിപ്പോർട്ടിൽ മുകേഷിനെ കുറിച്ചു കൂടിയുള്ള വെളിപ്പെടുത്തലുകൾ ഉള്ളതുകൊണ്ടാണ് സർക്കാർ അതിന്മേൽ പ്രാഥമിക അന്വേഷണം നടത്താത്തതെന്ന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് സ്ത്രീപക്ഷ സർക്കാർ എന്ന ടാഗ്ലൈനിൽ കയ്യടി വാങ്ങുമ്പോൾ അതിൽ മുഖ്യമന്ത്രിക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. പ്രേംകുമാർ, ഒരു പെറ്റേണലായ ഒരു രക്ഷകർത്താവിൻ്റെ ഭാവത്തോടു കൂടിയാണ് അന്ന് മുഖ്യമന്ത്രി WCCയുടെയും ആക്രമിക്കപ്പെട്ട നടിയുടെയും എല്ലാം പരാതി കേട്ടത്. പക്ഷെ അതിനെ പരാജയപ്പെടുത്തുന്നതായിപ്പോയില്ലേ ഈ വൈകലും ഇപ്പോൾ മുകേഷിൻ്റെ ഈ പ്രവൃത്തികളും? 4.5 വർഷക്കാലം വൈകി ഈ റിപ്പോർട്ട് പുറത്തു വരാനെന്നുള്ളത് ദുഃഖകരമായ കാര്യം തന്നെയാണ്. പക്ഷേ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന കോൺസ്പിറസി തിയറിയെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എസ്പെഷ്യലി ജ്യോതികുമാർ ചാമക്കാല ഉയർത്തുന്ന ഒരു വാദത്തോട് ഞാൻ ഒരു കൊളീഷനിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ഞാൻ പറയാണ്, എന്താ പറയുക, സോളാർ കേസ് അന്വേഷിച്ച കമ്മീഷനായിരുന്നു. ആ കമ്മീഷൻ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടുവെന്ന് കണ്ടെത്തിയ 2, 3, 4 ആളുകളെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ്. അതുകൊണ്ട് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടുവെന്നോ കുറ്റാരോപിതനാണെന്നുള്ളത് കൊണ്ടോ ആളുകളെ രാഷ്ട്രീയ സ്ഥാനാർത്ഥികളാക്കാതിരിക്കുന്ന പാരമ്പര്യം കേരളത്തിൽ ഇതുവരെ കാണിച്ചിട്ടില്ല കോൺഗ്രസ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. ഇനി ഇതിനകത്ത് മുകേഷിൻ്റെ പേരുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൊണ്ട് ഇത് വൈകിപ്പിച്ചു എന്നുള്ള തിയറിയും ഞാൻ ഒരു കാരണവശാലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ മുകേഷ് ഇപ്പോൾ എക്സ്പ്ലനേഷൻ തരാനും അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും ഉത്തരവാദപ്പെട്ട ആളാണ്. കാരണം അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമാണ്. CPIMൻ്റെ ലേബലിലാണ്, ചെങ്കൊടിയിലാണ്, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്. അതിനേക്കാൾ പ്രധാനമാണ് സർക്കാരിൻ്റെ ഈ നയരൂപീകരണ സമിതിയിൽ അദ്ദേഹം ഇരിക്കുന്നു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഡിഫൻസും വളരെ വളരെ വീക്കാണ് എന്നുള്ളതാണ്. കാരണം പലവട്ടം ഇവർ ആഷിഖ് കപൂർ മാത്രമല്ല, ഇപ്പോൾ ഗായത്രി വർഷ വളരെ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ, ആനി രാജ വളരെ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ, ഇൻഫ്ലുവൻഷ്യലായ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ, അയാൾക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കമ്മിറ്റിയുടെ മുമ്പാകെ ഡിപ്പോസ് ചെയ്യാൻ പോലും സ്ത്രീകൾക്ക് ധൈര്യമില്ലാതിരുന്നത് അവരത്രയും ഇൻസെക്യൂർ ആണെന്നുള്ളത് കൊണ്ടാണ്. അത്രയും ഇൻസെക്യൂർ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് സ്ത്രീകൾ നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ് അപ്പുറത്തിരിക്കുന്ന ആള് കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ MLA ആയിക്കൊണ്ട് MP സ്ഥാനാർത്ഥിയായിരുന്നുകൊണ്ട് AMMയിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആളായിരുന്നുകൊണ്ട് അതേ സ്ഥാനങ്ങളിൽ തുടരുക എന്നുള്ളത് കൃത്യമായ നീതി നിഷേധമാണ്. കാരണം ഇതൊരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് അല്ലല്ലോ. അരുൺകുമാറും പ്രേംകുമാറും തമ്മിലുള്ളൊരു കേസ് പോലെയല്ല. ജ്യോതികുമാർ ചാമക്കാലയും മുകേഷും തമ്മിൽ അല്ല കേസ്. അവിടെ നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗത്തിൽ നിന്ന്, സ്ത്രീകളിൽ നിന്ന് എല്ലാവിധ ബുദ്ധിമുട്ടുകളും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു കൂട്ടം, WCC എന്ന് പറഞ്ഞ ഒരു കളക്റ്റീവ്, ഒരു സംഘടന പോലും അല്ല, അത് ഒരു പിരമിഡൽ സ്ട്രക്ചറുള്ള സംഘടന പോലും അല്ല, ഒരു കളക്റ്റീവും അതിനോട് ചേർന്ന് നിന്ന കുറെ ആളുകൾ നൽകിയ ബലം, ഏറ്റവും ഒടുവിൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ റീഅഷ്വറൻസും അപ്പോൾ ഉണ്ടാകുന്ന വെളിപ്പെടുത്തലുകളാണ്. അപ്പം അങ്ങനെ വെളിപ്പെട്ട ആളുകൾക്ക് അവരുടെ നിയമ പോരാട്ടം, ധാർമ്മികമായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സകല സൗകര്യങ്ങളും ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ഈ ഒരു വിക്ടിം നിങ്ങളുടെ TV തന്നെ പറയുന്നത് കേട്ടു, പൂങ്കുഴലി IPS മാഡം എന്നെ വിളിച്ചു, പരാതി പറയൂ എന്ന് പറഞ്ഞു, പോലീസ് പ്രൊട്ടക്ഷൻ വേണമോ എന്ന് ചോദിച്ചു. ഇതാണ് ആദ്യത്തെ ദിവസം സജി ചെറിയാൻ മിനിസ്റ്റർ പറഞ്ഞതിൽ നിന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിന്റെ വ്യത്യാസം. പരാതി ഉണ്ടെങ്കിൽ തരൂ, അപ്പോ നോക്കാമെന്നല്ല. പരാതിയുടെ സൂചനയുണ്ടെങ്കിൽ പോലീസ് അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ ധൈര്യമായി പരാതി തരൂ, വിയാവിത്യു എന്ന് പറയണം. ആ പ്രോസസ്സിന് തടസ്സമാണ് മുകേഷ് എന്നുള്ള MLA സർക്കാരിന്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതേപോലെ പ്രാഥമിക അന്വേഷണം നടത്താനും ഇതേപോലെ ഈ മൊഴികൾ നൽകിയവരുടെ പേര് വിവരമില്ലെങ്കിലും ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് അന്വേഷിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് മറുവാദം.